പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ പുത്രൻ്റെ മേൽ, യേശു കർത്താവിൻ്റെ മേൽ പിതാവാം ദൈവം കാൽവരി ക്രൂശിൽ നടപ്പാക്കി. എന്നേക്കുമുള്ള ശിക്ഷ യേശു കർത്താവ് തൻ്റെ ശരീരത്തിൽ വഹിച്ചു. അത് പാപത്തിനുള്ള ശിക്ഷയാണ്, നമ്മുടെ പാപത്തിനുള്ള ശിക്ഷയാണ്, വരുവാനുള്ള പാപത്തിൻ്റെയും കൂടി ശിക്ഷയാണ്, കഴിഞ്ഞുപോയ പാപത്തിൻ്റെ ശിക്ഷയാണ്, ഇപ്പോൾ സംഭവിക്കുന്ന പാപത്തിൻ്റെ ശിക്ഷയാണ്. പാപത്തിൻ്റെ ശിക്ഷാവിധി യേശു കർത്താവിൻ്റെ ശരീരത്തിൽ താൻ വഹിച്ചു. അപ്പോൾ നാം പാപം ചെയ്താലോ? നാം പാപം ചെയ്താൽ ദൈവം നമ്മെ മടക്കി വരുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവമാണ്. ആ മടക്കി വരുത്തുമ്പോൾ പറഞ്ഞതുപോലെ അപ്പൻ സ്നേഹിക്കുന്ന അപ്പനായതുകൊണ്ട് അപ്പൻ ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേദനയുണ്ടാകും. അത് നാം നശിച്ചു പോകാൻ വേണ്ടിയല്ല, നാം മടങ്ങി വരുവാൻ വേണ്ടിയാണ്. നാം ക്രിസ്തുവിൽ തികവുള്ളവരാകുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവൻ നമ്മെ ശിക്ഷണം നൽകുന്നത്. അതുകൊണ്ട് അപ്പൻ്റെ അരികിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം, അപ്പൻ്റെ അരികിലേക്ക് നമുക്ക് കരുണയ്ക്കായിട്ട് ഓടിച്ചെല്ലാം. ഏത് സമയത്ത് നമുക്ക് ഓടിച്ചെല്ലുവാനായിട്ടുള്ള നിയമപരമായ റൈറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്, സാധ്യത നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം യേശു കർത്താവിൻ്റെ ശരീരം തകർക്കപ്പെട്ടത് പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കുള്ള ജീവനുള്ള ഒരു പുതിയ വഴിയായി തീർന്നു എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നത്. യേശു കർത്താവിൻ്റെ തകർക്കപ്പെട്ട ശരീരം പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കുള്ള ഒരു വഴിയാണ്. ഓടിച്ചെല്ലാം നമുക്ക് എപ്പോഴും അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ഓടിച്ചെല്ലാം. നമ്മെ തടയുവാനായിട്ട് ആർക്കും കഴിയുകയില്ല, നമ്മെ പിടിച്ചു നിർത്തുവാൻ ആർക്കും കഴിയുകയില്ല. നാം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് നാം ഓടി നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലാം.